ഹലോ അസ്സലാമു അലൈക്കും, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് മന്തിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് തരം മന്തികൾ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള 2 മന്തി റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമുക്ക് മന്തി വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റും, അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ടൈം എടുത്തിട്ട് ചെയ്യുന്ന മന്തികളുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന മട്ടൺ കൊണ്ടും ബീഫ് കൊണ്ടും തയ്യാറാക്കുന്ന 2 തരം മന്തി റെസിപ്പികളാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ബീഫ് വെച്ചിട്ടുള്ളൊരു മന്തിയാണ് കേട്ടോ. ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റും, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലോട്ട് ഒരു 2 ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തതും, അതുപോലെ തന്നെ 2 പിടി മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തതും, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ബീഫ് ഇതിലിട്ട് വേവിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് ബീഫിനേക്ക് ആവശ്യമായ ഉപ്പ് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ 1 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും, അതുപോലെ തന്നെ എരിവിന് ആവശ്യമായ കുരുമുളക് പൊടി ഒരു 1.5-2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് വേണ്ടത് മന്തി മസാലയാണ്. അറബിക് മസാല ഏതും ഇട്ട് കൊടുക്കാം. അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിലൊന്ന് കൈ വെച്ചിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ ഒഴിവാക്കി ബീഫിൻ്റെ പീസ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു അരമണിക്കൂർ ഒന്ന് വെക്കാം. അപ്പോൾ ഞാനൊരു 1.5 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് നമുക്ക് മന്തിക്കുള്ള സെല്ലർ റൈസ് ഉണ്ടല്ലോ, അതൊരു 800 ഗ്രാം എടുത്തിട്ട് നന്നായിട്ട് കഴുകിയിട്ടൊന്ന് വെള്ളത്തിലിട്ട് വെക്കാം. അതൊരു 3/4 മണിക്കൂർ ഒന്ന് വെള്ളത്തിൽ കിടന്നോട്ടെ. ഇനി നമുക്ക് ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ബീഫിൻ്റെ പീസസൊക്കെ കുക്കറിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് വെള്ളം ഒഴിക്കണ്ട, ഇത് നമുക്ക് ഇങ്ങനെ തന്നെ എടുത്തിട്ട് വേവിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ സ്പൈസസ് ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. സ്പൈസസും അതേപോലെ ഉണങ്ങിയ നാരങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് നമുക്കിതിന് ബീഫ് ഏകദേശം ഒരു 80-85% വേവുന്നത് വരെ വേവിക്കാം. അത്യാവശ്യം നന്നായിട്ട് വേവണം കേട്ടോ, എന്നാലും നല്ല സോഫ്റ്റ് ആവുള്ളൂ ബീഫ്, അല്ലെങ്കിൽ ഒരു ഹാർഡായി പോകും കേട്ടോ. അപ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. എന്ന് വെച്ചിട്ട് ഓവറായിട്ട് കുക്കാവുകയും ചെയ്യരുത് കേട്ടോ. ഇനി റൈസ് വേവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ റൈസ് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിലും കുറച്ച് സ്പൈസസും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കഴുകി വൃത്തിയാക്കിയ അരി ഇതിലോട്ട് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. അരി അതുപോലെ തന്നെ ഇത് സെല്ലർ റൈസ് ആയതുകൊണ്ട് അത്യാവശ്യം നന്നായിട്ട് വേവുണ്ടാവും. മന്തിയുടെ അരി അറിയാലോ, അപ്പോൾ അതാകുമ്പോൾ അത്യാവശ്യം വേവുണ്ടാവും. സാധാരണ ബസ്മതി റൈസിനെ പോലെയല്ല. അപ്പോൾ ഇതൊന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് നോക്കട്ടോ, ഓവറായിട്ട് കുക്കായി പോകണ്ട. ഒരു പാകത്തിനുള്ള വേവാകുമ്പോൾ നമുക്കൊന്ന് ഊറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മൾ കുക്കർ ഒരു 3 വിസിൽ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇവിടെ ഓഫ് ചെയ്തിട്ട് ഇട്ടതായിരുന്നു. ഇപ്പോൾ നോക്കുന്ന സമയത്ത് ഇതും കണ്ടോ, ഇത് നല്ലോണം വെള്ളമുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ കുക്കറിൽ നിന്ന് ബീഫിൻ്റെ പീസസ് മാത്രം ഒരു വേറൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കട്ടോ. വെള്ളം കുക്കറിൽ തന്നെ കിടക്കട്ടെ. ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ബീഫിൻ്റെ പീസസ്. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാൻ അടുപ്പത്ത് വെക്കാം. പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഓയിൽ ചൂടാവുന്ന സമയത്ത് നമ്മൾ എടുത്ത് വെച്ച ബീഫിൻ്റെ പീസസ് ഉണ്ടല്ലോ, അത് ഇതിലോട്ട് ഇട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ബീഫിൻ്റെ പീസസ്. അപ്പോൾ ആ വെള്ളം വറ്റിച്ചിട്ടൊന്നുമില്ല, വെള്ളം നമ്മുടെ കുക്കറിൽ തന്നെ കിടപ്പുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ബീഫിൻ്റെ പീസസ് മാത്രം എടുത്തിട്ടാണ് ഞാൻ ഇതിലിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ സാധാ മുളക് പൊടി ആയാലും കുഴപ്പമില്ല. മുളക് പൊടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ മുളക് പൊടി ചേർത്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ മുളക് പൊടി കരിഞ്ഞു പോവും. പിന്നെ ചേർത്ത് കൊടുത്ത ഉടൻ തന്നെ എല്ലാ ഭാഗത്തേക്കും ആക്കുകയും വേണം. ഇതുപോലെ ഇനി ഇത് അത്യാവശ്യം നന്നായിട്ട് റോസ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് വേറെ പാത്രത്തിലോട്ട് മാറ്റാം. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ ബീഫ് വേവിച്ച ആ വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം ഇതിലോട്ട് ഈ പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ ഈ വെള്ളം ഒന്നുണ്ട് വറ്റി കിട്ടണം. പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും. അത്യാവശ്യം ഒന്ന് വറ്റുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് നമ്മൾ ഊറ്റി വെച്ച റൈസ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കാം. ലെവൽ ചെയ്തെടുത്തിട്ട് ഇളക്കി കൊടുക്കൊന്നും വേണ്ട, ആ വെള്ളം അവിടെ അടിയിൽ തന്നെ കിടന്നോട്ടെ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ആ ഉണങ്ങിയ നാരങ്ങ ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും കുറച്ച് ചെറുനാരങ്ങ നീരും കുറച്ച് വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്കിതിന് മുകളിലോട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം, ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ചുവന്ന കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ചുവന്ന റെഡ് കളറ് നമുക്കൊരു വെള്ളത്തിലും കുറച്ച് വെള്ളവും കുറച്ച് ചെറുനാരങ്ങ നീരും മിക്സ് ചെയ്തിട്ട് അതും ഇതിന് മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു വെള്ളത്തിലോട്ട് ചെറുനാരങ്ങ നീരും കൂടി മിക്സ് ചെയ്യുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. റൈസിന് നല്ലൊരു ടേസ്റ്റും ഉണ്ട്, നല്ലൊരു ഫ്ലേവറുമാണ്.
ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് പച്ചമുളക് ഇതുപോലെ കുത്തി കൊടുക്കാം. ഈ പച്ചമുളകും കൂടി ഇതിൽ കിടന്നിട്ട് വേവുന്ന സമയത്ത് നല്ലൊരു ഫ്ലേവറാണ്. ഇനി അതുപോലെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ബീഫിൻ്റെ പീസസും കൂടി ഇതിൻ്റെ മുകളിൽ നിരത്തി കൊടുക്കാം. അപ്പോൾ ആ ബീഫിൻ്റെ ഒരു ഫ്ലേവറും കൂടി ഈ റൈസിലോട്ട് ഇറങ്ങുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. കൂടുതലായിട്ട് ഓയിലൊന്നും ഞാൻ ഈ ഒരു മന്തിക്ക് വേണ്ടിയിട്ട് ഒഴിച്ചിട്ടില്ല. ആ ഒരു സൺഫ്ലവർ ഓയിൽ ഉണ്ടല്ലോ, കുറച്ച് ആ ഒരു ഈ ബീഫ് റോസ്റ്റ് ചെയ്യാൻ വെച്ച ആ സൺഫ്ലവർ ഓയിൽ മാത്രമേ ഇതിലോട്ട് ഒഴിച്ചിട്ടുള്ളൂ. പക്ഷേ ബീഫിൽ അത്യാവശ്യം ഒരു ഓയിലി ആയതുകൊണ്ട് തന്നെ, ഒരു നെയ്യൊക്കെ ഉള്ള ബീഫ് ആയതുകൊണ്ട് തന്നെ ഇതിൽ അത്യാവശ്യം നല്ല നെയ്യ് ഉണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്കിതുപോലെ ഒന്ന് സ്മോക്കി ഫ്ലേവർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇനി നമുക്കിതൊരു 20 മിനിറ്റ് ദം ചെയ്തെടുക്കാം. 20 മിനിറ്റിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിത് തുറന്ന് നോക്കാം. നോക്കുന്ന സമയത്ത് നല്ല സ്മെല്ലും നല്ല ഒരു ടേസ്റ്റും ഒക്കെ ഉള്ള നല്ലൊരു അടിപൊളി മന്തി ആയിരിക്കട്ടെ അത്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക കേട്ടോ. ഇനി ഞാൻ അടുത്തതായിട്ട് തയ്യാറാക്കാൻ പോകുന്നത് മട്ടൻ കൊണ്ടുള്ളൊരു മന്തിയാണ്. ഇത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നൊരു മന്തിയാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഇതുപോലെ തന്നെ നമുക്ക് മന്തിക്ക് വേണ്ടിയിട്ട് മട്ടൻ ഇതൊന്ന് വേവിച്ചെടുക്കാം, ബീഫ് ചെയ്ത പോലെ തന്നെ. അപ്പോൾ വേവിക്കുന്ന സമയത്ത് അതുപോലെ തന്നെ നമ്മൾ അതിൽ ചേർത്തിയ അതേ സാധനങ്ങൾ തന്നെയാണ് ഇതിലിട്ട് കൊടുത്തിട്ടുള്ളത്. ക്യാപ്സിക്കവും മല്ലിയിലയും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റും പിന്നെ അതുപോലെ തന്നെ കുറച്ച് സ്പൈസസും കൂടി ചേർത്തിട്ടാണ് മട്ടൻ വേവിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൽ നിന്ന് നമുക്ക് മട്ടൻ്റെ പീസസ് മാത്രം എടുത്ത് വേറെ ഒരു പാത്രത്തിലോട്ട് മാറ്റാം, നമ്മൾ ബീഫ് ചെയ്ത പോലെ തന്നെ. അതിൽ നിന്ന് ഇതുവരേക്കും മാറ്റങ്ങളൊന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു വെള്ളം ഉണ്ടല്ലോ, മട്ടൻ വേവിച്ച വെള്ളം, ഇതൊന്ന് നമുക്കൊന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു സ്റ്റോക്ക് ഉണ്ടല്ലോ, മട്ടൺ സ്റ്റോക്ക്, ഇത് നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഈ ഒരു പാനിലിട്ടിട്ടാണ് വറ്റിച്ചെടുക്കുന്നത്. വെള്ളം ഓവറായിട്ട് വറ്റുന്നും വേണ്ടില്ല, ഇതിൻ്റെ ഒരു പകുതി അളവിൽ ആയി കിട്ടിയാൽ മതി കേട്ടോ. ഓവറായിട്ട് വറ്റിച്ചെടുക്കുകയൊന്നും വേണ്ട. അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമ്മൾ വേറൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്, നമ്മൾ റൈസ് വേവിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ സ്പൈസസും ഉണങ്ങിയ നാരങ്ങയൊക്കെ ചേർത്തിട്ട് നമുക്കിന്ന് റൈസ് വേവിച്ചെടുക്കാം. കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചാൽ നല്ലതാണ്, റൈസുകൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് ഇതിൽ അരമണിക്കൂർ കുതിർത്തി വെച്ച നമ്മുടെ ബസ്മതിയുടെ സെല്ലാർ റൈസ് ഇട്ടിട്ട് വേവിക്കാം. 1 കിലോ മട്ടനിലോട്ട് ഒരു 600 ഗ്രാം റൈസാണ് എടുക്കേണ്ടത്. ഇനി നമുക്ക് റൈസ് ഇവിടെ കിടന്ന് വേവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് മട്ടനൊന്ന് മസാല തേച്ചെടുക്കണം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് ഒരു 1.5 ടീസ്പൂണോളം മന്തി മസാലയും 1/2 ടീസ്പൂണോളം ചെറിയ ജീരകം പൊടിച്ചതും ഒരു 2 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എരിവിനാവശ്യമുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ ഇതൊന്ന് ഒന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഇതിലോട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലാണ് ഈ ഒരു മസാല മിക്സ് ചെയ്യുന്നത്. പിന്നെ ഇതിലോട്ട് ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ മട്ടനിൽ ഉപ്പ് നല്ല ഉപ്പുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട. മട്ടനിൽ ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഈ മസാലയിലോട്ട് വേണ്ട ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കുക്കറിലോട്ട് ഒരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ചൂടാകുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് 2 സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ സവാള ഇട്ടിട്ടാണ് ചെയ്യുന്നത്. ഈ മട്ടൻ മന്തി വേറെ ടേസ്റ്റാണ് കേട്ടോ. ഇവിടെ ഞാൻ മട്ടൻ സ്റ്റോക്ക് വറ്റിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഏകദേശമൊക്കെ വറ്റി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ റൈസ് വെന്തിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കുകയും ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ റൈസ് വേവ് കൂടി പോയി കഴിഞ്ഞാൽ പണി കിട്ടും. ഇനി നമുക്ക് നമ്മുടെ മട്ടൻ ഉണ്ടല്ലോ, അപ്പോൾ ഇത് ചൂടാറിയിട്ടുണ്ട്. ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ച മസാലയിലൊന്ന് പൊതിഞ്ഞെടുക്കാം. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് കോട്ടിങ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാ പീസസും ഇതുപോലെ ആക്കിയിട്ട് ഞാനൊരു സൈഡിലോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനൊന്നും ചെയ്യണ്ട, ഇതിവിടെ തന്നെ നിന്നോട്ടെ. നമുക്ക് ഇതിലിട്ടൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സവാള ഇപ്പോൾ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് 1 ക്യാപ്സിക്കും കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയിലയും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടി ഇട്ടിട്ടൊന്ന് പേസ്റ്റ് ആക്കിയതാട്ടോ. കൂടുതലില്ല, ഒക്കെ കുറേശ്ശെ എടുത്തിട്ടുള്ളൂ, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് ഇതിലിട്ടിട്ട് ഒന്നിങ്ങോട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അപ്പോൾ ഈ സമയത്ത് നമ്മുടെ മട്ടൺ സ്റ്റോക്ക് അത്യാവശ്യം നന്നായിട്ട് വറ്റി പാകമായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ. ഇനി ഇതിലാറെ കുറുകണ്ട. ഇനി ഈ സമയത്ത് നമ്മുടെ റൈസും വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് സ്പൈസസൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. അല്ലെങ്കിൽ റൈസ് കഴിക്കുന്ന സമയത്ത് ഇത് കടിക്കുമ്പോൾ വേറെ ടേസ്റ്റ് വ്യത്യാസം വരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏലക്ക ഗ്രാമ്പു ഒക്കെ ഒന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഉണങ്ങിയ നാരങ്ങ നമുക്ക് ലാസ്റ്റിക്ക് വേണം, മറ്റേതൊക്കെ പുറത്തിട്ട് ഒഴിവാക്കാം. അപ്പോൾ ഞാനത് റൈസ് ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട്
ഒരു 2 തക്കാളി ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ തക്കാളിയും കൂടി നന്നായിട്ടൊന്ന് വേവട്ടെ. തക്കാളി ഒന്ന് ഉടഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഇതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് വേണ്ട ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി, കാരണം നമ്മൾ മട്ടനിലൊക്കെ ഉപ്പിട്ടതാണ്. ഈ ഒരു മസാലയിലോട്ട് വേണ്ട ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് തക്കാളിയൊക്കെ നല്ല ഉടഞ്ഞ് പറ്റുന്ന സമയത്ത് നമ്മൾ മട്ടൺ പീസസിൽ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ പീസസ് ഇതിലിട്ടിട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇതിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ ഒരു മസാലയിൽ കിടന്നിട്ട് ഒരു മട്ടനെ ഒരു ഏകദേശം ഒരു 10 മിനിറ്റെങ്കിലും ഒന്ന് ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കണം. ആ മട്ടൻ്റെ ആ ഒരു പച്ചച്ചുവണ്ടല്ലോ ആ മസാലയുടെ, അതൊക്കെ ഒന്ന് മാറി കിട്ടണം. ഒന്ന് ജസ്റ്റ് ഒരു 10 മിനിറ്റ് ഒന്ന് ഇതുപോലെ ഇടയ്ക്ക് ഇളക്കിയിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇനി നന്നായിട്ട് റോസ്റ്റായി വരുന്ന സമയത്ത് നമ്മൾ തിളപ്പിച്ച് ഊറ്റി വെച്ച നമ്മൾ ആ റൈസ് ഉണ്ടല്ലോ അത് ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഏകദേശം ഒന്ന് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഇതിലോട്ട് നമ്മൾ മട്ടൻ്റെ സ്റ്റോക്ക് ഉണ്ടല്ലോ വറ്റിച്ചെടുത്ത് അത് ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇത് ഓവറായിട്ട് ഇത്ര തിക്കൊന്നും ആവണ്ട കേട്ടോ. ഇതിലേറെ കുറച്ചും കൂടി ലൂസായാലും കുഴപ്പമൊന്നുമില്ല. ഇത്ര അങ്ങോട്ട് തിക്കാക്കണ്ട, കുറച്ച് വെള്ളമായാലും, കാരണം നമ്മൾ ദം ചെയ്തെടുക്കുമ്പോൾ ഇതിൽ തന്നെ കിടന്നിട്ട് വറ്റുമ്പോൾ നല്ലൊരു ടേസ്റ്റ് വരും നമ്മളെ റൈസിന്. ഇനി നമുക്ക് മന്തിക്ക് കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീരിൽ 2 ടീസ്പൂൺ വെള്ളം ചേർത്തിട്ട് അതിൽ കുറച്ച് ചുവന്ന കളർ ഒഴിച്ചിട്ട് അത് ഒഴിച്ചു കൊടുക്കുക. അത്രയും അളവിൽ വെള്ളവും ചെറുനാരങ്ങ നീരും എടുത്തിട്ട് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി കലക്കിയിട്ട് അതും കൂടി വേറൊരു ഭാഗത്ത് ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ചാർക്കോൾ നല്ലപോലെ കത്തിച്ചിട്ട് ഇതുപോലെ ഒരു ബോളിലാക്കിയിട്ട് വെച്ചിട്ട് അതിന് മുകളിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്താൽ ഇതുപോലെ നല്ല ഒരു പുക വരും. അപ്പോൾ നമുക്ക് ഉടൻ തന്നെ കുക്കർ അടച്ചു വെക്കാം. ഇനി നമുക്ക് 15 മിനിറ്റ് ഇതൊന്ന് ദം ചെയ്തെടുക്കാം. അപ്പോൾ നല്ല സ്മോക്കി ഫ്ലേവറൊക്കെ ഉള്ള നല്ല അടിപൊളി ടേസ്റ്റുള്ള മട്ടൻ മന്തി നമുക്കിപ്പോൾ തയ്യാറാവും. അപ്പോൾ ഇങ്ങനെ തയ്യാറാക്കി നോക്കിയിട്ട് എല്ലാവരും ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കട്ടെ. നല്ലൊരു അടിപൊളി ടേസ്റ്റുള്ളൊരു മന്തിയാണ് ഇത് രണ്ടും. പിന്നെ ചിക്കൻ്റെ മന്തി ഞാൻ ചെയ്യുന്നില്ല, കാരണം ഒരുപാട് ചിക്കൻ മന്തി റെസിപ്പികൾ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളതൊക്കെ കണ്ടിട്ട് ഒന്ന് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻസ് ആയിട്ട് അറിയിക്കുക. എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.